ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനി. ഞാൻ ഇതെത്തിയിട്ടുള്ളത് ഒന്ന് രണ്ട് പാർട്ടി വെയർ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. അടിപൊളിയെന്ന് വെച്ചാൽ ഫുൾ സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ള ജോർജറ്റിന്റെ തന്നെ ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പം അതുണ്ട്. പിന്നെ ആണെങ്കിൽ പുതുതായിട്ടാണെങ്കിൽ നമുക്ക് കുഞ്ഞി പ്രിന്റിൽ വന്നിട്ടുള്ള കുറച്ച് അജ്രക്കിന്റെ ഫാബ്രിക്സ് ഉണ്ട്. അപ്പം ഒരുപാട് സ്മോൾ പ്രിന്റ് ചോദിച്ച കുറേ പേരുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഇഷ്ടമായിട്ടുള്ള ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ ഡീറ്റെയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഡ്രസ്സിന്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ അന്ന് ഓഫർ പ്രൈസിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ്. നല്ല കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കുർത്തിയായിരുന്നു ഇത്. ഇതാണെങ്കിൽ ഹാൻഡ് വർക്കോട് കൂടെ ആണെങ്കിൽ നമുക്ക് 999 റേഞ്ചിലായിരുന്നു പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നത്. ക്ലിയർ ലുക്കാണ്. 49 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട്. ചെസ്റ്റിലാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പ്യുർ അജ്രക്കിന്റെ ഫാബ്രിക് വെച്ചതിന് ശേഷം അതിലാണ് ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻ പോർഷനിലും സെയിം പേസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഹാൻഡ് വർക്ക് ഇല്ലാണ്ടാണെങ്കിൽ നമുക്ക് 899 ആ റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൂപ്പർബ് ആയിട്ടുള്ളൊരു അനാർക്കലിയാണ്. ഫുൾ ഫ്ലെയർ അംബ്രല്ല കട്ടിൽ വരുന്ന അനാർക്കലിയാണ്. ഇതിനൊരു ബ്ലാക്ക് നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളർ വേരിയേഷനിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ലുക്ക് എന്ന് പറയുന്നത്. ഇതൊരു അനാർക്കലി സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 47-48 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട്. ചെസ്റ്റിലാണെങ്കിൽ നല്ല പ്യുർ ആയിട്ടുള്ള അജ്രക് ഫാബ്രിക് ആണ് ഫുൾ കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സും സെയിം പാറ്റേൺ ആണ്. സ്ലീവ് വരുന്നത് 3/4 ആണ്. 3/4 സ്ലീവിലാണെങ്കിൽ ഫുൾ അജ്രകിന്റെ ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നോർമൽ ആയിട്ടുള്ള നെക്കാണ്, യു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം ഒരു ട്രൈയിങ് ഓപ്ഷനും ബാക്കിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സൈസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത് വരുന്നത് 47 ആണ്. നല്ല ഫുൾ ഫ്ലെയർ എംബ്രലയാണ്. ഇതിന്റെ ഏത് കളർ ആണെങ്കിലും നിങ്ങൾക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1899 റേഞ്ച് മുതലാണ്. പിന്നെ ഫുൾ ലെങ്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1999 ആ ഒരു റേഞ്ച് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ ആ കാണിച്ചിട്ടുണ്ടായിരുന്ന ബ്ലൂവിൽ തന്നെ സെയിം ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് 899 ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. ഡെയിലി വെയറായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. അധികം ഒന്നും പറയാനില്ല. 48 ഇഞ്ചസോളം ലെങ്തും ഫുൾ സ്ലീവും പേച്ച് വർക്കും അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഏത് കളർ ആണെങ്കിലും നിങ്ങൾക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഹെവി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തിയാണ്. ഒരു എന്താ പറയുക, ഒരു കത്രിക്ക കളർ എന്നൊക്കെ പറയുന്ന ഒരു വൈൻ കളറും കത്രിക്ക ഷെയ്ഡും ആ ഒരു ഷെയ്ഡൊക്കെ രണ്ടും കൂടെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്കിൽ വരുന്ന ഒരു സൂപ്പർബ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ്. നല്ല ഹെവി സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണെങ്കിൽ ഒരു അനാർക്കലി സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനു മുൻപാണെങ്കിൽ മാംഗല്യം സീരിയൽ ആക്ട്രസ് മറിയ പ്രിൻസിലാണെങ്കിൽ ഷൂട്ടിംഗ് ടൈമിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു. അത് കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ്. കണ്ടില്ലേ, സൂപ്പർബ് ആയിട്ടുള്ള സെയിം ലുക്കാണ്. എല്ലാം സെയിം ആണ്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്ലീവ് വരുന്നതെന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് അല്ല, ഒരു ഏകദേശം 18 ഇഞ്ചസോളം ലെങ്തിലാണ് സ്ലീവ് വരുന്നത്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവിലാണെങ്കിൽ നമ്മളിവിടെ ഒരു പോർഷനായിട്ടാണെങ്കിൽ ഫുൾ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു നെറ്റ് എംബ്രോയിഡറി നെറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലാണെങ്കിൽ ഫുൾ കട്ട് ബീഡിന്റെയും സ്വീക്വൻസിന്റെയും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. ത്രെഡിന്റെയും വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. എല്ലാം സെയിം ടോൺ ടു ടോൺ കട്ട് ബീഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവിലായിട്ട്. നമ്മളാണെങ്കിൽ സ്ലീവ് ഒക്കെ ഇടുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. രണ്ട് സ്ലീവ്സും നമ്മൾ സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ആണ്, നെക്കിന്റെ പോർഷൻ ആണ്. നെക്കിന്റെ പോർഷൻ എന്ന് വെച്ചാൽ ഹെവി ആണ്. ഫുൾ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രെയിം സ്റ്റോൺ ആണ് കേട്ടോ. നമ്മുടെ ഒരു ഡയമണ്ട് സ്റ്റൈലുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല റേറ്റിനുള്ളത്. അതായത് അത്യാവശ്യം ഹെവി ഹാൻഡ് വർക്ക് ആണെങ്കിലും നല്ല റേറ്റ് ഉള്ള സാധനങ്ങളാണ് ഇതിൽ ഫുൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ മെറ്റീരിയൽസ് ഒക്കെ ഉള്ള സ്റ്റോൺ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കിപ്പോൾ വെയർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ലുക്കാണ് കണ്ടില്ലേ. വൺ സൈഡ്, അതായത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വർക്ക് വന്നതിന് ശേഷം കണ്ടില്ലേ, താഴത്തുള്ള പോർഷനിലാണെങ്കിൽ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു മഴവില്ലൊക്കെ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ സ്കേർട്ടേഡ് വെക്കുന്ന തരത്തിലാണ് ഫുൾ സ്റ്റോൺസും കൊടുത്തിട്ടുള്ളത്. അതും വിപ്സിയോർ സ്റ്റൈൽ സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. പ്രിൻസസ് കട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയർ ആണ്. ഏകദേശം 7 മീറ്റേഴ്സോളം നമ്മൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയാണ്, അനാർക്കലിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ദുപ്പട്ടായും അവൈലബിൾ ആവുന്നുണ്ട് സെയിം ഫാബ്രിക്കിൽ തന്നെ. ഇപ്പോൾ ടോപ്പ് ഇത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദുപ്പട്ടായ്ക്കാണെങ്കിൽ ഇത്രയും ഹെവിനെസ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ലേസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിനായിട്ട് കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ലുക്കാണ് വരുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൺ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മളിതിനാണെങ്കിൽ നെക്ക് ഹോൾഡ് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുർത്തിക്കൊക്കെ സ്റ്റൈൽ ആവാനായിട്ട് ഇങ്ങനെ ഇടുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ കണ്ടില്ല, ടോട്ടൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 4500 മുതലാണ്. ഫുൾ സെറ്റ് ആണ് കേട്ടോ, ഫുൾ സെറ്റ് പ്രൈസ് ആണ് വരുന്നത്. ഇഷ്ടമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് കണ്ടില്ല, നല്ല ഹൈലൈറ്റ് ആണ്, സൂപ്പർബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടി വെയർ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കിട്ടും. നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 3-piece സെറ്റ് ആണ്. കോട്ടന്റെ തന്നെ അജ്രക്കിൽ വരുന്ന 3-piece സെറ്റ് ആണ്. ഒരു സ്ലിറ്റഡ് കുർത്തിയും ഒരു ദുപ്പട്ടായും സെയിം തന്നെ കോമ്പിനേഷനിൽ വരുന്ന ബോട്ടവും ആണ്. ടോപ്പ് വരുന്നത് കണ്ടില്ലേ, ഒരു സ്മോൾ സൈസ് ആണ് കേട്ടോ. ഇത് സ്ലിറ്റഡ് കുർത്തിയാണ്. സ്ലിറ്റഡ് കുർത്തിയിലാണെങ്കിൽ പെയറായിട്ട് കൊടുത്തിട്ടുള്ള ദുപ്പട്ട എന്ന് പറയുന്നത് 3 സൈഡ് ബോർഡേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ദുപ്പട്ടയാണ്. ഇതാണെങ്കിൽ നമ്മൾ ജോർജറ്റിലല്ല കൊടുത്തിട്ടുള്ളത്, ഷിഫോണിലാണ്. കുറച്ച് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോട്ടം എന്ന് പറയുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു സിഗരറ്റ് ബോട്ടം, ആ ഒരു തരത്തിലാണ് വരുന്നത്. 3-piece സെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഇതിന്റെ ഏത് കളർ ആണെങ്കിലും നിങ്ങൾക്ക് കളർ കസ്റ്റമൈസേഷൻ ഉണ്ട്. 3-piece ആയിട്ടും 2-piece ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ്. അജ്രക്കിന്റെ തന്നെ സ്മോൾ പ്രിന്റ് വരുന്ന ഫാബ്രിക് ആണ്. ഫുൾ ഡോട്ട്സ് ആണ് കേട്ടോ. വൈറ്റും അല്ല, ഒരു ക്രീമും ബ്ലാക്കും ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലോസർ വ്യൂ ഇതാണ്. ഈ ഒരു അജ്രക്കിൽ വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഡോട്ടിന്റെ ഒരു ഫാബ്രിക് ആണ്. ഇതിൽ നമുക്ക് സ്ലിറ്റഡും എലൈനും പാനലൊക്കെ ചെയ്യാൻ സൂപ്പർബായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ മീറ്റർ വരുന്നത് 299 ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം ആ ഒരു ഫാബ്രിക്കിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ആണ്. അതിലാണെങ്കിൽ തിരിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡും ക്രീമും ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നല്ല വിട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത്. അജ്രക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ആണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ക്യാമ്പ്രിക് കോഡിന് അവൈലബിൾ ആയിരിക്കും 80 രൂപയ്ക്ക്. പക്ഷെ ഇത് അങ്ങനെയല്ല. അജ്രക്കിന്റെ പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്, ഹാൻഡ് കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രിന്റിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ക്രീം ഷെയ്ഡ് ഒന്നും കിട്ടാത്തവരാണെങ്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണെങ്കിൽ പുതിയൊരു സെയിം കളർ ടോണിൽ തന്നെ പ്രിന്റ് ചേഞ്ച് ആയിട്ട് ഒരു പുതിയ ഫാബ്രിക് വന്നിട്ടുണ്ട്. ഇതാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ക്ലോസ് വ്യൂ എന്ന് പറയുന്നത് പ്രിന്റിന്റെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അവരുടെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിന് സ്ക്രീൻഷോട്ട് എടുക്കും, എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരും. പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓർഡേഴ്സ് ചെയ്തിട്ടുള്ള എല്ലാ കുർത്തീസും ഡെസ്പാച്ച് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഡെയിലി ആരും മേടിക്കേണ്ട ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ചാണെങ്കിൽ ഡിലേ ആയിരുന്നു പ്രോഡക്റ്റിന്. പ്രോപ്പറായിട്ട് DTDCയുടെ വണ്ടിയൊന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യും. പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും